എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള രണ്ട് എനർജീസാണ് എനർജി ഓഫ് മൂവ്മെൻറ്റ്, എനർജി ഓഫ് സ്റ്റിൽനെസ്. എനർജി ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ശക്തി എനർജി, എനർജി ഓഫ് സ്റ്റിൽനെസ് എന്ന് പറയുന്നത് ശിവ എനർജി. ഒരു ശരീരത്തിൽ ശിവ എനർജി സോളിഡ് ആണെങ്കിൽ, അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും അല്ലെങ്കിൽ തനിക്ക് ചുറ്റും എന്തൊക്കെ പ്രോബ്ലംസ് നടന്നാലും ആ ശരീരത്തിനെ കൊണ്ട് വീണ്ടും കാംനെസ്സിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ശരീരത്തിൽ ശിവ എനർജി ആക്ടിവേറ്റഡ് ആണ്, ബാലൻസ്ഡ് ആണ്, അല്ലെങ്കിൽ സോളിഡ് ആണ് എന്നാണ് അർത്ഥം. ഏത് ശരീരത്തിൽ ശിവ എനർജി ബാലൻസ്ഡ് ആണോ ആ ശരീരത്തിൽ ശക്തി ഫീൽ സേഫ്. ശക്തിക്ക് വന്നിട്ട് സേഫായിട്ട് ഫീൽ ചെയ്താൽ മാത്രമേ ശക്തിനെ കൊണ്ട് അവേക്കണാവാൻ പറ്റുള്ളൂ. എനർജി ഓഫ് സ്റ്റിൽനെസ് അല്ലെങ്കിൽ എംപ്റ്റിനെസ് വന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ അവിടെ എനർജി ഓഫ് മൂവ്മെൻറ്റിന് വന്നിട്ട് സുഗമമായി സഞ്ചരിക്കാം അല്ലേ. അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക്ഡ് ആയിരിക്കും. അങ്ങനെ ബ്ലോക്കേജസ് വരുമ്പോഴാണ് നമുക്ക് ഡിസീസ്, അനാവശ്യ പ്രോബ്ലംസ്, അനാവശ്യ കാര്യങ്ങളൊക്കെ നമ്മളെ തേടി വരുന്നത്. ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല, പക്ഷെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ പ്ലാൻ ചെയ്യാറുണ്ടല്ലേ. ഇപ്പോൾ നാളെ വന്നിട്ട് 10 മണിക്ക് ഞാൻ നടക്കാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യും എന്നുള്ള പ്ലാനിങ് നമ്മൾ നടത്താറുണ്ട്. പക്ഷേ ആ ഒരു സമയം എത്തുമ്പോൾ, ആ ഒരു ടൈം ആകുമ്പോൾ വന്നിട്ട് നമുക്ക് ലേസിനെസ് വരും, അല്ലെങ്കിൽ വേണ്ട ഇന്ന് വേണ്ട നാളെ ചെയ്യാം എന്നുള്ള ആ ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്താറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷൻസ് കാരണം കൊണ്ട് നമ്മളുടെ ആ ഒരു ഡിസിഷനെ വന്നിട്ട് മാറ്റി വെക്കാറുണ്ട്. പക്ഷെ ആ ഒരു 10 മണി സമയത്ത് നിങ്ങൾ ഫ്രീ തന്നെയായിരിക്കും. നിങ്ങൾ പോയാലും പ്രശ്നമില്ല, പോയില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ വേണ്ട പോണ്ട എന്നായിരിക്കും. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്? കാരണം നിങ്ങളുടെ എനർജി ഓഫ് മൂവ്മെൻറ്റ് വന്നിട്ട് ബ്ലോക്ക്ഡ് ആണ്, നിങ്ങളുടെ ശക്തി എനർജി ആക്ടിവേറ്റഡ് അല്ല. സോ ഈ ഒരു ബാലൻസിങ്ങിലേക്ക് വന്നിട്ട് നമ്മൾ എപ്പോഴും സർവൈവൽ മോഡിൽ ജീവിക്കുന്ന കാരണമാണ് നമ്മളെ തന്നെ എത്തിപ്പിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നിങ്ങൾക്കൊരു ഗുരുവിൻ്റെ ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ ഒരു എനർജറ്റിക്കൽ ഹീലറിൻ്റെ ആവശ്യം വരുന്നത്.